കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് ഏറെ സന്തോഷകരമായ ഒരു പരിപാടി നടന്നു. അത് മറ്റൊന്നുമല്ല, സ്കൂൾ കുട്ടികൾക്ക് അടുത്ത അധ്യയന വർഷത്തിലേക്കുള്ള സ്കൂൾ യൂണിഫോം, അതുപോലെ തന്നെ പാഠപുസ്തകങ്ങൾ എന്നിവയുടെ വിതരണത്തിന്റെ ഉദ്ഘാടനമായിരുന്നു നടന്നത്. അതായത് മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂണിൽ തുറക്കുന്ന അധ്യയന വർഷത്തിന് ക്ലാസ്സിലെത്തുന്ന കുട്ടികൾക്ക് ഉപയോഗിക്കേണ്ട പുതിയ പാഠപുസ്തകങ്ങൾ ഇതിനോടകം തന്നെ സ്കൂൾ സ്റ്റോർ റൂമുകളിൽ, സ്കൂൾ ബുക്ക് ഡിപ്പോകളിൽ എത്തിക്കഴിഞ്ഞു എന്ന് ചുരുക്കം. ഇത് ചെറിയ കാര്യമാണോ എന്ന് ചോദിച്ചാൽ ചെറിയ കാര്യമാണോ? ഏകദേശം എത്രയധികം കുട്ടികളാണ് നമ്മുടെ സ്കൂളുകളിൽ പഠിക്കുന്നത്? സർക്കാർ സ്കൂളുകളിലും എയ്ഡഡ് സ്കൂളുകളിലും പ്രൈവറ്റ് മേഖലയിലും ഒത്തിരി കുട്ടികൾ പഠിക്കുന്നു. ആ കുട്ടികൾക്കൊക്കെ പാഠപുസ്തകം നേരത്തെ എത്തിയതറിഞ്ഞിട്ട് സന്തോഷം. എന്തുകൊണ്ട് കോൺഗ്രസിന് അത് സന്തോഷകരമായി മാറുന്നില്ല? കഴിഞ്ഞ ദിവസം ശ്രീ ചെന്നിത്തല പറഞ്ഞ വാക്കുകൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. ഞാൻ ആ ബൈറ്റ് ഒരിക്കൽ കൂടി കേൾപ്പിക്കാം. ആ ബൈറ്റ് കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ചെന്നിത്തല എന്താണ് പറയുന്നത്? ഇത് തുഗ്ലക്ക് പരിഷ്കാരമാണ് എന്ന്. പാഠപുസ്തകം നേരത്തെ വിതരണം ചെയ്യുന്നത്, നേരത്തെ എത്തിക്കുന്നതും തുഗ്ലക്ക് പരിഷ്കാരമാണെന്നാണ് ശ്രീമാൻ രമേശ് ചെന്നിത്തലയുടെ കണ്ടെത്തൽ. എന്തൊരു വൃത്തികെട്ട നയ സമീപനമാണ് ശ്രീ രമേശ് ചെന്നിത്തല സ്വീകരിച്ചത്. ഇവർ പറയുന്നത് ഏതോ ഒരു തവണ UDF ഭരിക്കുമ്പോൾ ഏതോ ഒരു തവണ പാഠപുസ്തകം വൈകിയിട്ടുണ്ട് എന്നാണ്. UDF ഭരിക്കുന്ന കാലത്ത് ഞാനും പഠിച്ചിട്ടുണ്ട്. ആ സമയത്തൊക്കെ ഞങ്ങൾക്കും പാഠപുസ്തകങ്ങൾ വൈകിയാണ് കിട്ടിയിട്ടുള്ളത്. UDFന്റെ ഭരണ സമയത്ത് പണ്ട് അച്ചടിയുടെ സാങ്കേതിക വിദ്യകളൊക്കെ പറഞ്ഞ ഒരു പക്ഷേങ്കിൽ LDFന്റെ ഭരണ സമയത്തും പുസ്തകങ്ങൾ വൈകിയിട്ടുണ്ടാകാം. ഈ ആസന്ന ഭൂതകാലത്തല്ല, അതായത് സമീപ ഭൂതകാലത്തല്ല, അതിന് മുമ്പ് ഒരു 20-25 വർഷം മുമ്പൊക്കെ അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ടാകാം. എന്നാൽ ഈ സമീപ ഭൂതകാലത്ത് 2011 മുതൽ 2016 വരെ കേരളം ഭരിച്ചത് UDF സർക്കാരാണ്. 2013, 14, 15 കാലഘട്ടം അധ്യയന വർഷങ്ങൾ നിങ്ങൾ ഒന്ന് റീവൈൻഡ് ചെയ്ത് നോക്കുക. പാഠപുസ്തകത്തിന് നെട്ടോട്ടം ഓടിയില്ലേ നമ്മുടെ കുട്ടികൾ? പാഠപുസ്തകം ലഭിക്കാത്തത് കൊണ്ട് അധ്യാപകർ ഓൺലൈനിൽ കയറി PDF ഡൗൺലോഡ് ചെയ്യാൻ ശ്രമിച്ച് പരാജയപ്പെട്ട എത്ര അനുഭവങ്ങൾ. അത് തന്നെ മുമ്പ് പഠിച്ച കുട്ടികളുടെ പാഠപുസ്തകത്തിന്റെ ഫോട്ടോ കോപ്പി എടുത്ത് പഠിച്ച എത്ര പേരുണ്ട് നിങ്ങളുടെ കൂട്ടത്തിൽ? അതൊക്കെ മറന്നുകൊണ്ടാണ്, അതായത് തലമറന്ന് എണ്ണ തേക്കുക എന്നൊരു പ്രയോഗമുണ്ട്. 2011-16 കാലഘട്ടത്തിൽ 2013, 14, 15 അധ്യയന വർഷങ്ങളിൽ പാഠപുസ്തകങ്ങൾ തുടർച്ചയായി വൈകിയപ്പോ ഫണ്ടില്ല, ധനകാര്യ വകുപ്പിന്റെ കെടുകാര്യസ്ഥത എന്നൊക്കെ പറഞ്ഞ് കൈയൊഴിഞ്ഞ വിദ്യാഭ്യാസ മന്ത്രിയൊക്കെ നമ്മുടെ നാട്ടിൽ ഇപ്പോഴും ഉണ്ട്. അവർക്ക് പാഠമാകാനാണ് പാഠപുസ്തകങ്ങൾ. കഴിഞ്ഞ 10 വർഷമായി പാഠപുസ്തകങ്ങൾ വൈകിയിട്ടില്ല, പാഠപുസ്തകങ്ങൾ ഇല്ല എന്നൊരു പരാതി കേട്ടിട്ടില്ല. അതുകൊണ്ടൊക്കെ തന്നെയാകണം സർവേകളിലൊക്കെ ഏറ്റവും മികച്ച മന്ത്രി വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയാണെന്നൊക്കെയുള്ള കമന്റും അർത്ഥവത്തായ ഇടപെടലും ഒക്കെ നടക്കുന്നത്. അദ്ദേഹം കൃത്യമായി പാഠപുസ്തകങ്ങൾ കൃത്യമായി ക്ലാസ്സിൽ എത്തണം. പാഠപുസ്തകങ്ങൾ അധ്യയന വർഷം തുടങ്ങുന്നതിന് മുമ്പ് സ്റ്റോർ റൂമുകളിൽ എത്തണം. പാഠപുസ്തകം കൃത്യമായിരിക്കണം. അത് കൃത്യമായി ഇടതുമുന്നണി സർക്കാർ പാലിച്ചു. അതിനെയാണ് ശ്രീ രമേശ് ചെന്നിത്തല നേരത്തെ നിങ്ങൾ കണ്ടില്ലേ, തുഗ്ലക്ക് പരിഷ്കാരം. പണ്ട് എഴുത്തോലയിലാണ് എഴുതി പഠിച്ചത് എന്ന് രമേശ് ചെന്നിത്തല അഡീഷണൽ ആയിട്ട് ഒരു തള്ളുകൂടി തള്ളി വെച്ചു. ഈ എഴുത്തോല സംസ്കാരം എന്നൊക്കെ പറഞ്ഞ എഴുത്തോലയിലും മണ്ണിലും ഒക്കെ എഴുതി തന്നെയാണ് ആളുകൾ പഠിച്ചത്. ആശാന്മാർ കുടിപ്പള്ളിക്കൂടങ്ങൾ ഇപ്പോഴും ഉണ്ട്. നിലത്ത് എഴുതി പഠിക്കുന്ന സമ്പ്രദായമൊക്കെ ഇപ്പോഴും ഉണ്ട്. പക്ഷെ അത് സ്കൂളിൽ നമുക്ക് നടപ്പിലാക്കാൻ പറ്റില്ലല്ലോ. എഴുത്തോലയിൽ നാരായം കൊണ്ട് സ്കൂളിൽ പോകൽ ഇപ്പോൾ നടക്കില്ലല്ലോ. അത്യാധുനിക കാലഘട്ടമല്ലേ, വേഗാനന്തര കാലമാണ്. അവിടെ കുട്ടികൾ സാങ്കേതിക വിദ്യകളുടെ, നൂതന സാങ്കേതിക വിദ്യകളുടെ സഹായത്തോടു കൂടി അധ്യാപകരെ പോലും കടത്തിവെട്ടുന്ന തരത്തിൽ വിദ്യാർത്ഥികൾ മികവുറ്റ പ്രകടനം കാഴ്ചവെക്കുമ്പോൾ എഴുത്തോലയിൽ നാരായം കൊണ്ടുപോയാൽ മതിയോ മിസ്റ്റർ ചെന്നിത്തല എന്ന് ചോദിക്കണം നിങ്ങൾ. എഴുത്തോലയിലാണ് എഴുതിയതെന്ന്. ഇത് മറ്റേ കേന്ദ്ര സർക്കാർ പറയുമല്ലോ, മനുസ്മൃതിയാണ് ഏറ്റവും വലിയ നിയമസംഹിത എന്ന്. ഇത് അതിന്റെ വേറൊരു പതിപ്പാണ് എഴുത്തോല. മനുസ്മൃതി എന്ന് BJP-ക്കാർ പറയുന്നത് പോലെ മറ്റൊരു സാധനമാണ് എഴുത്തോല സ്മൃതി. രമേശ് ചെന്നിത്തലയൊക്കെ ഏത് കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത്? നല്ലത് ചെയ്താൽ നല്ലത് ചെയ്താൽ നല്ലതെന്ന് പറയണം. അതാണ് ശ്രീ ശശി തരൂര് വേറിട്ട മുഖമാകുന്നത് കോൺഗ്രസിൽ. ശശി തരൂര് CPM നല്ലത് ചെയ്താലും BJP നല്ലത് ചെയ്താലും നല്ലതെന്ന് പറയും. പ്രത്യേകിച്ച് മോദി നല്ലത് ചെയ്താൽ എപ്പോഴും മോദി സ്തുതിക്കുകയും ചെയ്യും. നമുക്ക് അങ്ങനെ ആരും സ്തുതിക്കണമെന്ന പിണറായിക്കോ വി ശിവൻകുട്ടിക്കോ താല്പര്യമില്ല. ഇവർ പറയുന്നത് പറയുന്ന നല്ല കാര്യങ്ങൾ അംഗീകരിക്കണം. പാഠപുസ്തകങ്ങൾ സ്കൂളുകളിൽ നേരത്തെ എത്തി, അത് നല്ല കാര്യമാണ്.
സർക്കാർ ചെയ്തത് നല്ല കാര്യമാണ്. കുട്ടികളെ ബുദ്ധിമുട്ടിക്കാതെ, രക്ഷിതാക്കളെ ബുദ്ധിമുട്ടിക്കാതെ നേരത്തെ എത്തി. നേരത്തെ പാഠപുസ്തകം എത്തുമ്പോൾ രണ്ട് കാര്യങ്ങളുണ്ട് ഗുണം. ഒന്ന്, ഈ ദിവസക്കൂലിക്ക് ജോലി ചെയ്യുന്നവരും സാധാരണക്കാരായ ആളുകൾക്ക് കാശ് കിട്ടുമ്പോൾ പുസ്തകം നേരത്തെ വാങ്ങി വെക്കാൻ പറ്റും. അല്ല പാഠപുസ്തകം സ്കൂൾ തുറക്കുന്ന സമയത്ത് മാത്രമേ ലഭിക്കുകയുള്ളൂ എന്ന അവസ്ഥ വന്നു കഴിഞ്ഞാൽ ആ സമയത്ത് മറ്റു കാര്യങ്ങൾക്ക് വേണ്ടിയൊക്കെ പൈസ ചെലവഴിക്കുമ്പോൾ പാഠപുസ്തകം വാങ്ങാൻ ഒരുപക്ഷെ രക്ഷിതാക്കൾക്ക് കഴിയാതെ വരും. നേരത്തെ പാഠപുസ്തകം എത്തിയാൽ രക്ഷിതാക്കൾക്കും അതൊരു ആശ്വാസമാണ്. അങ്ങനെ ബഹുഭൂരിപക്ഷം ജനങ്ങളുടെയും നന്മയ്ക്ക് വേണ്ടി പാഠപുസ്തകം നേരത്തെ സ്കൂളുകളിൽ എത്തിച്ചപ്പോഴും അതിനും രമേശ് ചെന്നിത്തലയും വി ഡി സതീശനും ഇടങ്കോലുമായിട്ട് വന്നിരിക്കുകയാണ്. ഇതിനെയൊക്കെ ജനം തിരിച്ചറിയണം. ജനം ഇതിനെയൊക്കെ പുച്ഛിച്ച് തള്ളുമെന്നതിൽ തർക്കമൊന്നുമില്ല.